പരിപാടികൾ ആരംഭിക്കുകയായി. കുട്ടികളുടെ ഈശ്വര പ്രാർത്ഥനയോടുകൂടിയാണ് തുടക്കം. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. ലക്ഷ്മീകാന്തം കമലനയനം യോഗിവിദ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. അഖില കേരള പണ്ഡിറ്റ് സമാജം ഉത്തരമേഖലയുടെ നേതൃത്വം നൽകിക്കൊണ്ട് ഏപ്രിൽ 27 ആരംഭിച്ച ദശദിന പൂജാ പഠന പദ്ധതിയുടെ സമാപന സഭ ഇടനീർ മഠാധിപതിയുടെ സാന്നിധ്യം കൊണ്ട് നാം ഒക്കെ അനുഗ്രഹീതരായിരിക്കുകയാണ്. 10 ദിവസമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള വേദങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മുഖ്യ ഗുരുനാഥൻ ഏറാഞ്ചേരി ഹരിഗോവിന്ദൻ നമ്പൂതിരിയുടെയും ഈ ക്യാമ്പിൻ്റെ കൺവീനറായിട്ടുള്ള ചക്കാട്ട് പത്മനാഭ പട്ടേരിയുടെയും സഹ കൺവീനറായിക്കൊണ്ട് ആലമ്പാടി മാധവ പട്ടേരിയുടെയും ഒപ്പം തന്നെ ഇതിനൊക്കെ എല്ലാ അർത്ഥത്തിലും ആതിഥ്യം അനുഭവിക്കൊണ്ട് പുളിയത്ത വിഷ്ണു വാഴുന്നവരും സജീവ സാന്നിധ്യം നൽകിക്കൊണ്ട് വിശിഷ്യ ഈ ക്യാമ്പിന് ജീവൻ നൽകിക്കൊണ്ട് ഉപനയനം കഴിഞ്ഞിട്ടുള്ള ബ്രാഹ്മണരായിട്ടുള്ള കുട്ടികളുടെയും സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ ഒരു പ്രൗഢോജ്വല സദസ്സാണ് ഇവിടെ ആരംഭമായിട്ടുള്ളത്. ആദ്യമായി ഈ സമാപന സഭയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ വളരെ സന്തോഷത്തോടുകൂടി ഈ അഖില കേരള പണ്ഡിറ്റ് സമാജം ഉത്തരമേഖലയുടെ ഈ ഭരണസമിതി രൂപം നൽകിയത്, ഈ ഭരണസമിതിയുടെ പ്രവർത്തനം ആരംഭം കുറിച്ചത് കഴിഞ്ഞ ഈ 3 വർഷക്കാലമാണ്. അതിന് സമ്മേളനം നടന്നത് ഇടനീർ മഠാധിപതിയുടെ അനുഗ്രഹത്തോടു കൂടിയിട്ടാണ് ഞങ്ങൾ ഈ ഭരണം ഏറ്റെടുത്തത്. 3 വർഷം മുമ്പ് കാസർഗോഡ് ഇടനീർ മഠത്തിൽ വെച്ചിട്ടായിരുന്നു ഈ ഭരണസമിതിക്ക് തുടക്കം കുറിക്കുകയും അപ്പോൾ അതിൻ്റെ ഈ ഭരണസമിതിയുടെ കാലാവധി അവസാനിപ്പിക്കുന്ന ഒരു അവസാനത്തെ കർമ്മ പദ്ധതി കൂടിയാണ്. അതിന് അനുഗ്രഹം
ഏറ്റുവാങ്ങിക്കൊണ്ട് ഭാവിയിലെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊർജ്ജസ്വലത പകരുവാൻ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വാഗത ഭാഷണത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായി ഈ സദസ്സിലേക്ക്, ഈ വേദിയിലേക്ക് സ്നേഹാദരങ്ങളും ബഹുമാനപൂർവ്വം മഠാധിപതി എഴുതി സ്വാമിയെ ക്ഷണിക്കുന്നു. പതിനാറ് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഈ എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ട് അക്ഷരാർത്ഥത്തിലൂടെ രക്ഷാധികാരിയെ പോലെ പ്രവർത്തിച്ച് ഈ ക്യാമ്പിൻ്റെ വിജയത്തിന് നിർണായകമായ അനുവദിച്ച ഉയർത്ത വിഷ്ണുവായവരെയും ഈ സമാപന സഭയിൽ സംബന്ധിച്ചു. ഈ ക്യാമ്പിൻ്റെ നിർമ്മാണമായിട്ടുള്ള ഏഴാംതേതി ഹരിഗോവിന്ദൻ നമ്പൂതിരി അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഔപചാരികതയുടെ പേരുള്ള ഉത്തരമേഖലയുടെ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള ജോയിന്റ് സെക്രട്ടറി ആലമ്പാടി മാധവ പട്ടേലി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ക്യാമ്പിൻ്റെ കമ്മിറ്റിയിലെ മുൻവിഭാഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്യാമ്പിൻ്റെ കൺവീനറായിട്ടുള്ള കഹന പത്മനാഭ പട്ടേലി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഉത്തരമേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് സുത്യർഹമായ രീതിയിൽ കണ്ടുപിടിക്കുന്ന ട്രഷറർ രമേശൻ നമ്പൂതിരിയെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം നമ്മുടെ പ്രവർത്തനങ്ങളിൽ തുടക്കകാലം മുതൽ എല്ലാ അർത്ഥത്തിലും പിന്തുണ നൽകിക്കൊണ്ട് നമുക്ക് ഒരു ശക്തി സ്രോതസ്സായി വർദ്ധിക്കുന്ന കാട്ടുമാട ഈശാന്യ നമ്പൂതിരിപ്പാടിനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ ക്യാമ്പിൻ്റെ ഈ ഉത്തരമേഖലാ കമ്മിറ്റി രൂപം കൊടുത്തത് മുതൽ ഉത്തരമേഖലാ കമ്മിറ്റിക്ക് അഭിമാനകരമായിട്ടുള്ള ഒരു പദ്ധതി തന്നെയാണ് ഈ പൂജാ പഠന ശിബിരം. ആദ്യ വർഷം അത് 3 ദിവസത്തെ ഒരു ശിബിരം പാതിരിശ്ശേരിയിൽ വെച്ച് ആരംഭം കുറിച്ചു. തൊട്ടടുത്ത കഴിഞ്ഞ വർഷം അത് 5 ദിവസത്തെ പഠന ശിബിരമായി മേൽപ്പള്ളി മലയിൽ വെച്ച് നടത്തി. ഈ വർഷം അത് 10 ദിവസമായിട്ട് നമുക്ക് നടത്താൻ സാധിച്ചു. ഈ ക്യാമ്പിൻ്റെ ഈ പഠന ശിബിരത്തിനൊക്കെ എല്ലാ അർത്ഥത്തിലും നേതൃത്വം നൽകിക്കൊണ്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന ഉത്തരമേഖലാ കമ്മിറ്റി അംഗം OP കൃഷ്ണൻ നമ്പൂതിരിപ്പാടിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഈ പൂജാ പഠന ശിബിരത്തെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്ക് വരും കാലങ്ങളിൽ അവധിക്കാലത്ത് മുഴുവൻ അത് 10 ദിവസം 20 ദിവസമാക്കി അങ്ങനെ ക്രമേണ ഒരു വേദ പാഠശാലയാക്കി അല്ലെങ്കിൽ നമ്മുടെ ഒരു വേദ സർവകലാശാല തന്നെ ഉണ്ടാക്കുവാനും അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കാൻ അഖിലേന്ത്യാ കമ്മിറ്റി സമാജത്തിൽ നമുക്കും ഈ കൂട്ടായ്മയ്ക്കും സാധിക്കട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പൂജ പഠന ശിബിരത്തിൽ 10 ദിവസം എല്ലാവിധ കഷ്ടതകളും അനുഭവിച്ചുകൊണ്ട് സംശയമില്ല കാര്യത്തിൽ കുട്ടികളെ ഏറെ അഭിനന്ദിക്കണം. കാരണം ശക്തമായ ചൂടിനേക്കാൾ ശക്തമായ ഉത്തരമേഖലാ സെക്രട്ടറിയുടെ ശകാരവർഷം, ഇതിനൊക്കെ തണുപ്പ് പകർന്നുകൊണ്ട് ഗുരുനാഥന്റെ ഭാഷണം, ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ഒരു കഠിന ഏർപ്പം തന്നെയായിരുന്നു 10 ദിവസത്തെ ക്യാമ്പ്. അതൊക്കെ വളരെ സന്തോഷത്തോടുകൂടി ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാം ഈ കഴിഞ്ഞ 3 ദിവസത്തെ ക്യാമ്പിലും 5 ദിവസത്തെ ക്യാമ്പിലും 1-2 ദിവസം കഴിയുമ്പോൾ കുട്ടികൾ 1, 2, 3, 4, 5 വരെ കുട്ടികൾ പോയിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഒറ്റ കുട്ടി പോയില്ല. ശക്തമായ ശിക്ഷണത്തിലാണ് നമ്മൾ അടിക്കേണ്ട സമയത്ത് ബാക്കിയുള്ള അടിക്കുന്നത്. പക്ഷേ അവരാരും ഞങ്ങളിലേക്ക് പോകുന്നത് എന്ന് മനസ്സിൽ പറഞ്ഞിട്ടും പക്ഷെ ഞങ്ങളുടെ ആരും പറഞ്ഞിട്ടില്ല. 2-3 ദിവസം 4 ദിവസം പിന്നെയും അമ്മമായിട്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ അടുത്ത വർഷം ക്യാമ്പ് തീരുമാനിക്കുന്ന സമയത്ത് ക്യാമ്പ് ഇവിടെ കൊണ്ടാക്കി കഴിഞ്ഞാൽ ഒരു തരത്തിലും അവർക്ക് ഫോൺ വിളിക്കാനുള്ള സൗകര്യമില്ല. കാരണം അമ്മമാർക്ക് കുട്ടികളെ കാണാനായിട്ട് ആകെ പ്രയാസമുണ്ട്. രാത്രി ആയിക്കഴിഞ്ഞാൽ അമ്മമാരുടെ സങ്കടങ്ങൾ കുട്ടികൾ സങ്കടപ്പെടുന്നു. അങ്ങനെ 3-4 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ ഫോൺ വിളിക്കുന്നതിന് ഇത് കുറച്ചു. കാരണം ഞങ്ങളുടെ 4 പേരേ ഉള്ളൂ. ഈ 4 പേർക്ക് എല്ലാവരും 5-10 മിനിറ്റ് ഫോൺ വിളിച്ചാലുണ്ടാകുന്ന പ്രയാസങ്ങൾ അതൊക്കെ പരിഗണിച്ചുകൊണ്ട് എന്തായാലും ഈ കുട്ടികളെ ഇങ്ങോട്ട് പറഞ്ഞേക്കാൻ രക്ഷിതാക്കൾ കാണിച്ച ആ സന്മനസ്സിന് നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കാൻ കുട്ടികളിലേക്ക് പങ്കെടുക്കാൻ രക്ഷിതാക്കൾ കാണിച്ച സന്മനസ്സിന് എല്ലാവർക്കും നമസ്കാരം. എല്ലാവരെയും ഈ സമാധാന സഭയിലേക്ക് സ്നേഹാദരപൂർവ്വം ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് നമസ്കാരം. ഈ സഭയ്ക്ക് അധ്യക്ഷം വഹിക്കുന്നതിന് വേണ്ടി ഉത്തരമേഖലാ
വളരെ ക്ഷണിക്കുന്നു. നമ്മുടെ എല്ലാവരുടെയും ബഹുമാനം നിർമ്മലായ പ്രശാന്തായ ദക്ഷിണാമൂർത്തേ നമഃ. അത്യന്തവാദം വിശ്വസ്തകേശം പ്രവണാഗ്രഹമായ ദാക്ഷം രണ്ട് സൈഡായിട്ട് കോഴിയുടെ ഈ സ്റ്റേജിൻ്റെ ഇവിടെ വന്നിട്ട് എടുക്കണം. ഈ തന്നാവും ടയറിനാവും രണ്ട് കോർണറിന് പോയിട്ട് എടുക്കാം. ബാങ്കിൽ പോകണ്ട, കുറച്ച് അടുത്ത് തന്നെ എടുക്കാം. ತಂತ್ರ ಸಮಾಜದ ಹತ್ತು ದಿನಗಳ ಪಠಣ ಶಿಬಿರ ಇವತ್ತು ದಿಗ್ಭಾಗದಲ್ಲಿ ಸುಬ್ರಹ್ಮಣ್ಯ ಸ್ವಾಮಿ ಸನ್ನಿಧಿಗೆ ನಡೀತಾ ಇದೆ. ഇപ്പോൾ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു, കഴിഞ്ഞ വർഷം 5 ദിവസത്തിൻ്റെ പഠന ശിബിരം ചെയ്തു. ഈ വർഷം 10 ദിവസത്തിൻ്റെ പഠന ശിബിരം ഇവിടെ ഉച്ചയ്ക്ക് സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. കുട്ടികൾ സ്കൂൾ അവധിക്കാലത്ത് ആ സമയം സദുപയോഗം ചെയ്യാനുള്ള അവസരമാണ് ഈ പഠന ശിബിരം. വേദം പഠിക്കുവാനും പൂജാ വിധികൾ പഠിക്കുവാനും അധികാരമുള്ളത് ബ്രാഹ്മണ വർഗത്തിനാണ്. അപ്പോൾ ഈ പഠിക്കാൻ അവസരമുള്ള ഈ ബാല്യാവസ്ഥ ആ കാലത്ത് ഇന്നത്തെ ഞങ്ങൾക്ക് ആധികാരികമായിട്ടുള്ള വൈദികമായിട്ടുള്ള വിഷയങ്ങൾ പഠിക്കാൻ ഈ സ്കൂൾ അവധികാലം നിങ്ങൾ ഉപയോഗിച്ചാൽ ആ പിള്ളേർ ആ കുട്ടികൾ വരുന്ന കാലത്തിൽ നല്ലൊരു സംസ്കാരമുള്ള പ്രജകളായിട്ട് സമാജത്തിൽ വരാനൊരു കാരണമാണ്. ഇന്നത്തെ ഒരു 10 ദിവസത്തിൻ്റെ പ്രകടിപ്പിച്ചതും ഉത്തര മേഖല സമാജം ഇവിടെ വെച്ചു. ഇവിടുത്തെ അവരുടെ ആഭിമുഖ്യത്തിൽ നടന്നത് വളരെ സന്തോഷമുള്ള വിഷയമാണ്. ഇനി വരുന്ന വർഷങ്ങളിൽ 10, 15, 20 ദിവസങ്ങളായിട്ട് ഇനിയും കൂടുതൽ കുട്ടികൾ ഇതിൽ വന്നിട്ട് ഇതിൻ്റെ ഉപയോഗപ്പെടുത്തുവാൻ ഈ സമാജത്തിൽ സാഹചര്യത്തെ ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് പ്രസംഗങ്ങൾ പറയുമ്പോൾ പറഞ്ഞു, കഴിഞ്ഞ വർഷം കോഴിക്കോട് വെച്ച് 5 ദിവസത്തിൻ്റെ ശിബിരം ചെയ്തു. ഈ വർഷം ഇവിടെ വെച്ച് 10 ദിവസത്തിന് ശിബിരം ചെയ്തു. ഇനി അടുത്ത വർഷത്തിൽ മഠത്തിൽ വെച്ച് ചെയ്യുന്നതിന് മഠത്തിൽ എല്ലാ ഏർപ്പാടുകളും ചെയ്യാൻ ആദ്യസ്ഥാനം 10 ദിവസം, 15 ദിവസം, 20 ദിവസം നിങ്ങളുടെ സൗകര്യം പോലെ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. മഠത്തിൽ അതിന് വേണ്ട സൗകര്യം ഞങ്ങളുടെ മഠത്തിനുള്ളത് ചെയ്യൂ. ഇതുപോലെ തന്നെ പിടിച്ചോ. ഏർപ്പാടുകൾ ചെയ്യാമെന്ന് ഈ സന്ദർഭത്തിൽ അറിയിച്ചുകൊണ്ട് ശ്രീ വിശ്വാസ പ്രധാനമന്ത്രി അതുപോലെ വിശിഷ്ടാതിഥികളാണ് ഈ ശിബിരത്തിൽ വന്നിട്ട് ഇതിൻ്റെ എടുത്ത കുട്ടികളുടെ രക്ഷിതാക്കൾ ഇവിടെ വന്നിട്ട് എത്തിയിട്ടുള്ള എല്ലാവർക്കും ഞങ്ങളുടെ ആരാധനയായ ശ്രീ ദക്ഷിണാമൂർത്തി ഗോപാലകൃഷ്ണ സ്വാമികളെയും ഇവിടെ സാന്നിധ്യം സുബ്രഹ്മണ്യ സ്വാമി ആരോഗ്യ ഭാഗ്യം നൽകട്ടെ എന്ന് സന്ദർഭത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് 2 വാക്കുകൾ എത്താൻ പോവുകയാണ്. സർവേ ജനാഃ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. വളരെ
സന്തോഷത്തോടെ തന്നെ സ്വാമിജിയുടെ ഈ അടുത്ത വർഷത്തെ ക്യാമ്പിനുള്ള ഒരുക്കങ്ങൾ ഉത്തരമേഖലയുടെ ഭാഗത്തുണ്ടാവും എന്ന് രക്ഷിതാക്കളുടെ പിന്തുണയുണ്ടാകുമെന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഹരഹര മഹാദേവ്, ഹരഹര മഹാദേവ്, ഹരഹര മഹാദേവ്. അടുത്തത് സർട്ടിഫിക്കറ്റ് വിതരണമാണ്. സ്വാമിജി നിങ്ങൾക്ക് അനുമോദിച്ചുകൊണ്ട് സർട്ടിഫിക്കറ്റ് തരും. കുട്ടികളെ വിളിക്കുന്നതിനനുസരിച്ച് അതിലൂടെ വരിക.